നോമ്പുകാല ധ്യാനം 23-ാം ദിവസം. ഈ നോമ്പുകാല ധ്യാനം നമ്മൾ നടത്തുന്നത് വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് നടത്താനാണ്. നമ്മുടെ ജീവിത യാത്രയിലെ നൊമ്പരത്തിയിൽ കൂട്ടിനൊരു മാലാഖയുണ്ടാകും. കർത്താവിന് രക്തം വിയർക്കാൻ മാത്രം വേദനയുണ്ടായിരുന്ന ഗത്സേമൻ തോട്ടത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കൂടെ കൂട്ടിയ ശിഷ്യന്മാരാരും ഉണ്ടായില്ല. മറിച്ച് ഒരു മാലാഖിയാണ് അവന് ആശ്വാസമായത്. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിൻ്റെ വാതിലുകൾ തനിക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ടുവോ എന്നുപോലും സംശയിച്ചേക്കാവുന്ന നിമിഷങ്ങളിലാണല്ലോ ക്രിസ്തുവിൻ്റെ നൊമ്പരങ്ങളെല്ലാം വിയർത്ത് രക്തത്തുള്ളികളായി അവൻ്റെ മേനിയിലൂടെ പനിച്ചിറങ്ങിയത്. മഹത്വത്തിൻ്റെ താബോറിൽ അവനോടൊപ്പമുണ്ടായിരുന്നവർ സഹനങ്ങളുടെ ഗത്സേമനിയിൽ അവനോടൊപ്പം ഉണർന്നിരുന്നില്ല. ജീവിതത്തിൻ്റെ വസന്തകാലത്തിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നവർ ജീവിതത്തിൻ്റെ സഹനവേനലിൽ ഒപ്പമുണ്ടായിരിക്കണമെന്നില്ല. ബലപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ തൻ്റെ ശിഷ്യരെ 3 തവണ വിളിച്ചുണർത്തുന്ന ക്രിസ്തു മോശയ്ക്ക് അഹ്റോൻ എന്ന പോലെ, അഹ്റോന് ഹൂർ എന്ന പോലെ ഉറ്റവരുടെ സാന്നിധ്യം മനുഷ്യൻ്റെ സഹന സമയത്ത് അവനെ ശക്തിപ്പെടുത്തും. ഭൂമി ശക്തിപ്പെടുത്താത്ത സമയത്ത് സ്വർഗം അവനെ ശക്തിപ്പെടുത്തി. സ്വർഗത്തിൽ നിന്നും മാലാഖ ഇറങ്ങി വന്ന് അവനെ ആശ്വസിപ്പിച്ചു. വേനലിൽ ഇല പൊഴിയുമ്പോൾ നഗ്നമായി നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ നഷ്ടങ്ങളെ പരാതി കൂടാതെ ഏറ്റുവാങ്ങുക എന്നത് പ്രകൃതി പോലും പഠിപ്പിക്കുന്ന പാഠമാണ്. നിനക്കും ഒരു വേനലുണ്ട്. നിൻ്റെ ആന്തരിക സത്തയിൽ വെയിലടിക്കുന്ന ഒരു കാലം. അത് നിൻ്റെ ആന്തരിക ഭൗമിക പീഡകളുടെ കാലമാണ്. വസന്തത്തിന് മുമ്പ് ഒരു ഇലപൊഴിയൽ, ഉയർപ്പിന് മുമ്പ് ഒരു ദുഃഖവെള്ളി. അന്ന് നിനക്ക് തണലാവാൻ, തലചായ്ക്കാൻ സ്വർഗത്തിൻ്റെ സഹായകൻ നിന്നെ ചേർത്തു നിർത്തും.